സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? ബാ ഇപ്പൊ പറഞ്ഞുതരാം. മല്ലപ്പൊടി. ഇതിപ്പം ചിക്കൻ കറിക്കുള്ളത്. ചിക്കൻ പെരട്ടായിരിക്കും. നാടൻ കോഴിയാണ്, ഇത് നാടൻ കോഴിയാണ്. നാടൻ കോഴിയും ബീഫും ഉണ്ട് ഇവിടെ. നാടൻ കോഴി ബീഫും ഉണ്ട്. നാടൻ കോഴി നമ്മൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ കട്ട് ചെയ്യണതാണ്. കോംബോ ഒരു പരിപാടി ഉണ്ട് നമുക്കിപ്പോ ഒരു 3-4 മാസം കൊണ്ട്. അപ്പൊ അതിന് വന്നിട്ടാണ് ഈ നാടൻ കോഴിയും ഈ ബീഫും പിന്നെ ഒരു പീസ് മീന്, ഊണ് എല്ലാം ചേർത്ത് ചപ്പാത്തി അങ്ങനെ ചേർത്താണ് ഒരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. മീനാണ് പക്ഷേ മെയിൻ. 250 രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത്. നമ്മൾ തലക്കറി റെഡിയായി. ഇനിയിപ്പോ മീൻ പറയുന്നതനുസരിച്ച് മീൻ മസാല ഇടും, വെട്ടി എടുത്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ മസാല ഇടും, ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിരത്തി വെക്കും. ഇവർ എത്ര മാറ്റുണ്ട് നിരത്തി വെക്കും. എന്നിട്ട് ചോദിക്കുന്നവര് അവർക്ക് ഇഷ്ടമുള്ളത് പറയും. അതുപോലെ അപ്പോഴും പൊരിച്ചു ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടാവും. കപ്പ റെഡിയായോ? കപ്പ റെഡിയായി. തുണ്ടൻ കപ്പയുണ്ട്, ഇളക്കി കപ്പയുണ്ട്. ഇത് ഏത് മീനിന്റെ? ഇത് കട്ട്ള മീനിന്റെ ആണ്. ഇത് രാവിലെ റെഡിയാക്കി വെച്ചോ തലക്കറി? ഇതിപ്പോ മീൻ കട്ട് ചെയ്ത ഉടനെ തരും. അപ്പോഴത്തെ തല ആദ്യം അങ്ങ് വെക്കും. മീനൊക്കെ പിന്നെ മതിയല്ലോ. എല്ലാം കട്ട്ള തന്നെയാണ്? ഇല്ല, ഇതിൽ വന്നിട്ട് ഇതും കട്ട്ളയുടെ. ഇത് 3ഉം രോഹുവിന്റെ. കട്ട്ളയ്ക്ക് നമുക്ക് ഇതുപോലത്തെ വലുത് വരുവുള്ളൂ. രോഹുവിനൊക്കെ വരുമ്പം മീന് വലുതാണെങ്കിലും തല ചെറുതായിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനത്തെ മീനാണ്. അതിന് എരിവും പുളിയും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അത്. എരിവുണ്ട്. ഓരോ ഫുഡ് ഐറ്റം ആയിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കന് വേണ്ടിയിട്ടുള്ള ഉള്ളിയുണ്ട്, അവിയലുണ്ട്, ചോറ് റെഡിയാണ്, കപ്പയുണ്ട്, എല്ലാം റെഡിയാണ്. ഇനി മീനും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഊണ് സെറ്റ് ആവും. ആ സമയമാകുമ്പോൾ നമുക്ക് വരാം. ഇനി നമ്മുടെ മീനും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. തലക്കറി അപ്പം നമ്മുടെ പൊരിച്ച മീൻ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. എങ്ങനെയുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇതിവിടെ തീരുന്നില്ല. ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെ തിരുവനന്തപുരത്തുള്ളവർക്ക് ചിലപ്പോൾ ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി കാണും. പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെട്ട എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇതിന്റെ തീരത്തുള്ള ആറ്റുതീരം എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മൾ നേരത്തെ നല്ല കപ്പയും മീൻ വറുത്തതും ചോറും ഒക്കെ കഴിച്ചത്. ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ കാണാനുണ്ട്. അതുവരെ ബൈ.